പ്രണയതാണ്ഡവം ഭാഗം 44. രചന സംഭാഷണം. രുദ്രപ്രിയ. മംഗലത്തമ്മ വയ്യാത്ത കാലും വെച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ ബാലയ്ക്ക് മാറിയിരിക്കാൻ തോന്നിയില്ല. അവളും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. വേണ്ട മോളെ, അമ്മയ്ക്ക് ചെയ്യാവുന്നതേയുള്ളൂ. മോൾ അവിടെ പോയിരുന്നോ? ബാലയുടെ കവിളിൽ തലോടി വാത്സല്യത്തോടെ മംഗലത്തമ്മ പറഞ്ഞു. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കി കുക്കറിനുള്ളിലിട്ട് അതിനു വേണ്ട ചേരുവകളൊക്കെ ചേർത്തുകൊണ്ട് നിൽക്കുന്നവരെ പിന്നിലൂടെ ബാല പുണർന്നു. അവളുടെ കണ്ണുനീർ അവരുടെ തോളിൽ പകർന്നു. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നത്? എനിക്കിപ്പോൾ പേടിയാണ് എല്ലാത്തിനോടും. എന്നെ സ്നേഹിച്ചവരാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അതുകൊണ്ടിപ്പോൾ എനിക്ക് പേടിയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ. ഒറ്റൊരു കിതപ്പോടുകൂടി ബാല പറഞ്ഞു നിർത്തി. ബാക്കിയുള്ളവരെ പോലെയാണ് ഞാനും ആദിയുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അതിന് മറുപടി പറയാതെ ബാല മുഖം കുനിച്ചു. പറ മോളെ, ആദിയെയും എന്നെയും നീ മറ്റുള്ളവരുടെ കൂട്ടത്തിലാണോ പെടുത്തിയിരിക്കുന്നത്? അവൾ ഇടർച്ചയോടെ അല്ലെന്ന് തലയാട്ടി. ജന്മാന്തര ബന്ധമുള്ളവരോട് തോന്നുന്നത് പോലെയുള്ള ഇഷ്ടമാണ് ഈ 2 പേരോടും. അതെങ്ങനെയാണെന്ന് വേർതിരിച്ചറിയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അമ്മ ഇതുകൂടി ആക്കി വെച്ചിട്ട് വരാം. മോള് മോനൂട്ടൻ്റെ അടുത്ത് പോയിരിക്കെ, അവൻ ഒറ്റയ്ക്കല്ലേ. മോനൂട്ടൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് ഉണ്ണിക്കുട്ടനെയാണ്. ആ ഓർമ്മ തന്നെ അവളുടെ കണ്ണ് നനച്ചു. മുഖം പൊത്തിപ്പിടിച്ച് അവൾ ഏങ്ങിക്കരഞ്ഞു. ബാല പെട്ടെന്ന് കരയുന്നത് കണ്ടപ്പോൾ മംഗലത്തമ്മ ഭയന്നു പോയി. എന്താ മോളെ, എന്ത് പറ്റി? ഉണ്ണിക്കുട്ടൻ, അവൻ മാത്രമാണ് ആ വീട്ടിൽ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നത്, അല്ലേ അമ്മേ? പറയുമ്പോൾ കരച്ചിലടക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. ബാല മുഖം അമർത്തി തുടച്ചുകൊണ്ട് മോനൂട്ടൻ കിടക്കുന്ന മുറിയിലേക്ക് പോയി. സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ അടുത്ത് ചേർന്ന് കിടന്നപ്പോൾ അവൻ ബാലയുടെ മാറിലേക്ക് പറ്റിച്ചേർന്നു. അവൻ്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് തുടയിൽ പതിയെ തട്ടിക്കൊടുത്തപ്പോൾ മോനൂട്ടൽ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ കൂടെ കിടന്നപ്പോൾ എപ്പോഴോ ബാല ഉറങ്ങിപ്പോയി. ഭക്ഷണമുണ്ടാക്കി അതെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ബാലയെ കാണാഞ്ഞ് നോക്കി വരുമ്പോഴാണ് ഉണ്ണിക്കുട്ടനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നവളെ കാണുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ മംഗലത്തമ്മയുടെ മനസ്സ് നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ നേരിയതിൻ്റെ തുമ്പിൽ അമർത്തി തുടച്ചു അവർ. സോഫയിൽ ചെന്നിരിക്കുമ്പോൾ ഒരുവളുടെ മുഖമോർത്ത് അവരുടെ നെഞ്ചു വിങ്ങി. അമ്മിഞ്ഞപ്പാലിൻ്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ഓർത്തപ്പോൾ സങ്കടം പൊട്ടിയൊഴുകി. കുറച്ചു നാളായി വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് അവധി കൊടുത്തതുപോലെയായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ ഒരുവളുടെ സാമീപ്യം അത്രമാത്രം അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുറത്ത് ആദിയുടെ കാർ വന്ന് നിന്നതോ ആദി അകത്തേക്ക് വന്നതോ ഒന്നും മംഗലത്തമ്മ അറിഞ്ഞില്ല. അത്രമാത്രം ആലോചനയിലായിരുന്നു അവർ. കയ്യിലിരുന്ന കവറുകൾ സോഫയിൽ വെച്ച് അമ്മയ്ക്കരികിലായി ആദി ഇരുന്നു. എന്താ അമ്മേ, അമ്മ ഇത്ര വലിയ ആലോചന? അമ്മ കരഞ്ഞോ? ച്ചതേ ആദിയുടെ നെഞ്ചിലേക്ക് വീണു മംഗലത്തമ്മ. അമ്മ ഓരോന്ന് ഓർത്തു പോയി അച്ചു. ബാല മോനൂട്ടനെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ നെഞ്ച് പിടഞ്ഞുപോയി. നിന്റെ ഉള്ളിലെ ഇഷ്ടം ഇപ്പോഴെങ്കിലും അവളോട് പറയണ്ടേ? വേണ്ട അമ്മേ, ഇപ്പോൾ അവളോട് പറഞ്ഞാൽ സഹതാപത്തിൻ്റെ പേരിലുള്ള ഇഷ്ടമാണെന്ന് കരുതും. എനിക്കങ്ങനെ വേണ്ട. അവൾ മനസ്സ് നിറഞ്ഞ് എന്നെ സ്നേഹിക്കണം, അതുമാത്രം മതി. ഇതൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ് അമ്മ. കൊണ്ടുപോയി കൊടുക്ക്. അവൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ അമ്മ കിടക്കുന്നത്? എൻ്റെ ഒപ്പം അടുക്കളയിൽ വന്ന് കയറിയതാണ് സഹായിക്കാൻ. ഞാനാണ് മോനൂട്ടൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ 2 പേരും ഉറങ്ങുന്നു. അമ്മയെങ്കിൽ അവളെയും വിളിച്ചിട്ട് വാ. ഇന്നലെ ഒന്നും കഴിച്ചു കാണില്ല. എനിക്കും വിശക്കുന്നു. പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് റൂമിലേക്ക് പോകുമ്പോൾ മൊബൈൽ റിങ് ചെയ്തു. നോക്കുമ്പോൾ ഹരീഷിൻ്റെ കോളാണ്. കാര്യം എന്താണെന്ന് ഏകദേശം അറിയാവുന്നത് കൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ രാവിലെ? എന്തൊക്കെയാ ആദ്യം കാണിച്ചു കൂട്ടുന്നത്? നിനക്കെന്താ ബോധമില്ലേ? ഇത് മഹാരാഷ്ട്രയൊന്നുമല്ല, കേരളമാണ്. നീ അടിച്ചടിയിൽ അയാൾ ചത്തങ്ങാനും പോയിരുന്നെങ്കിൽ കൊലപാതക കേസിൽ ഇപ്പോൾ അകത്ത് കിടക്കാമായിരുന്നു. ഹരി അത് പറയുമ്പോൾ മറുപുറത്ത് പൊട്ടിച്ചിരിയായിരുന്നു. നിന്റെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായ ആദി. അയാളുടെ അവസ്ഥ അത്രയ്ക്ക് ക്രിട്ടിക്കലാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാൻ പറ്റാത്ത അത്രയും പരിക്കുകളുണ്ട്. നീ അയാളെ നന്നായി പെരുമാറിയല്ലേ? കുറഞ്ഞത് 1 വർഷമെങ്കിലും അയാൾ ഒരേ കിടപ്പ് കിടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പണി അറിയാവുന്ന ആരോ ചെയ്തതാണെന്ന്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അയാൾക്കെതിരായതുകൊണ്ട് കേസ് ബലപ്പെടുന്നതല്ല. എങ്കിലും കണ്ടു നിന്നവരുടെ വിവരണത്തിൽ നിന്ന് ആൾ നീയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കൊച്ചിൻ്റെ കാര്യം എന്ത് കഷ്ടമാണ്. ബാലയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഹരിക്ക് സങ്കടം തോന്നി. ആ കുട്ടി ഇപ്പോൾ ഓക്കെയാണോ?
അങ്ങനെ ചോദിച്ചാൽ അറിയില്ലടാ, പക്ഷെ സങ്കടപ്പെടുന്നുണ്ട്. രാത്രി മുഴുവനും പുറത്തു തന്നെയായിരുന്നു. ഒരു 10 മണിയായപ്പോഴാണ് അയൽക്കാരിൽ ആരോ ഒരാൾ കണ്ടത്. വീട്ടുകാർ ആരുമില്ലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും കൂടെ ആൾക്കാർ ഒന്നുമില്ല. പോലീസിനെ അറിയിച്ച് എന്തായാലും അയാൾക്കിത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ. കാരണം ആ പെൺകുട്ടി അയാൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ. കോൾ കട്ടാക്കി താഴേക്ക് വരുമ്പോൾ ബാലയെ നിർബന്ധിച്ച് അമ്മ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. എന്താടാ താൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തത്? ഞാൻ പുതിയത് വാങ്ങി വന്നായിരുന്നല്ലോ. ഈ ഡ്രസ്സ് ഞാൻ കുറച്ച് നേരം കൂടി ഇട്ടോട്ടെ സാർ? ഇത് ഇട്ടിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സുരക്ഷിതത്വം തോന്നുന്നു. ആദ്യം പിന്നീട് ഒന്നും മിണ്ടിയില്ല. മംഗലത്തമ്മ അവളുടെ പാത്രത്തിലേക്ക് ആഹാരം വിളമ്പി വെച്ചു. വളരെ കുറച്ച് മാത്രമേ ബാല കഴിച്ചുള്ളൂ. രാവിലെ ജയ വീട്ടിൽ വന്നായിരുന്നു. ഉണ്ടാക്കി കൊണ്ടുവന്ന ആഹാരം ഉണ്ണിക്കുട്ടന് മാത്രം വിളമ്പിക്കൊടുത്തു. ബാക്കിയുള്ളത് അവൾ അവിടെ വെച്ചു. ആഹാരത്തിൻ്റെ മുന്നിലിരുന്ന് ഉണ്ണിക്കുട്ടൻ കരയുന്നത് കണ്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നി. എനിക്ക് വേണ്ട ജയാമ്മേ, എനിക്ക് എൻ്റെ ബാലേച്ചിയെ കണ്ടാൽ മതി. എന്താ ജയാമ്മ എൻ്റെ ബാലേച്ചിക്ക് മാത്രം എപ്പോഴും സങ്കടം? ഇവിടെ ആർക്കും എന്താ എൻ്റെ ചേച്ചിയെ ഇഷ്ടമില്ലാത്തത്? മുൻപൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ലക്ഷ്മി ചേച്ചി ബാലേച്ചിയോട് ദേഷ്യം കാണിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്കെങ്കിലും ബാലേച്ചിയോട് സ്നേഹം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മയും ബാലേച്ചിയെ സ്നേഹിച്ചില്ല, ആരും സ്നേഹിച്ചില്ല. പക്ഷെ ഉണ്ണിക്കുട്ടന് ജീവനാണ് ചേച്ചിയെ. നോക്കിക്കോ, ഇനി അയാൾ ഈ വീട്ടിലേക്ക് കയറിയാൽ, എൻ്റെ ബാലേച്ചിയെ ഉപദ്രവിച്ചാൽ ഞാൻ അയാളെ കൊല്ലും. അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നു. ആ കുഞ്ഞു മനസ്സിൻ്റെ വേദന ജയിയെയും വിഷമിപ്പിച്ചു. നേരെ അവർ നോക്കിയത് അപ്പുറത്തിരിക്കുന്ന സുമയെയാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം വല്ലാത്ത അവസ്ഥയിലാണ് സുമ. ആരോടും മിണ്ടാട്ടമില്ല, ഭക്ഷണവും കഴിക്കില്ല, ഒരേ ഇരിപ്പാണ്. തൊഴിലുറപ്പിന് പോയിട്ട് ജയ എന്നും വൈകുന്നേരം അവിടെ വരും. സുമയുടെ ആ ഇരിപ്പ് ജയയെ അത്രമാത്രം വിഷമപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങളായുള്ള പരിചയമാണ്. പക്ഷെ അടുത്തിടപഴകി തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തിന് മേലെയായി. നല്ല കൂട്ടുകാരികളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ജയയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് സുമ. അതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം ഇത്രയും ഇഴയെടുത്തതും. പക്ഷെ കുറച്ച് ദിവസം മുന്നേ നടന്ന ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഇരുവരും തമ്മിലുള്ള സ്വരച്ചേർച്ച ആരംഭിച്ചത് തന്നെ. അതിന് സുമ പറഞ്ഞ ന്യായങ്ങളൊന്നും ജയിക്ക് സ്വീകാര്യമായിരുന്നില്ല. അതിൽ പിന്നെ 2 പേരും തമ്മിൽ സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ശ്രീധരൻ അനുകൂലമായി സുമ സംസാരിച്ചത് തീർച്ചയായും ബാല ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി തന്നെയാണ്. ഒരുപക്ഷെ സുമ അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ബാല വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോയേനെ. അത് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾക്കിടവരുത്തും. ലക്ഷ്മിയുടെ ആ സംഭവത്തോടെ അമ്മയും മകളും തമ്മിൽ അകന്നു. ഇപ്പോൾ ബാല വീട് വിട്ടു പോയതോടെ സുമയുടെ തകർച്ചയും പൂർണ്ണമായി. ഇടതടവില്ലാതെ ആ കണ്ണുകൾ പെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം കാണുന്ന ജയയുടെ നെഞ്ചു വിങ്ങിപ്പോയി. പക്ഷെ അവളെ സമാധാനപ്പെടുത്തുവാനോ അവളോട് സംസാരിക്കുവാനോ കഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ജീവിതം താലി കെട്ടിയ പുരുഷൻ കാരണം ഇത്രമാത്രം തകർന്നു പോകുമോ? ജയ്ക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലായില്ല. അന്നത്തെ ആ സംഭവത്തിൽ ശ്രീധരന് ഗുരുതരമായ പരിക്കുകളായിരുന്നു. പ്രസിഡന്റും മെമ്പറും കൂടി ചേർന്നാണ് അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കൂടെ ചെല്ലുന്നതിന് വേണ്ടി സുമയെ എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവർ ഇരിക്കുന്നിടത്തു നിന്നും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല. പിന്നെ ലക്ഷ്മിയാണ് അവർക്കൊപ്പം പോയത്. ഒരു ദിവസം അവിടെ നിന്നപ്പോൾ തന്നെ ലക്ഷ്മിക്ക് മതിയായി. 100 കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നപ്പോൾ അടുത്ത ദിവസം അവൾക്ക് പോകാൻ വയ്യെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഉണ്ണിക്കുട്ടനെയെങ്കിലും അവിടെ നിർത്താൻ ആരൊക്കെയോ പറഞ്ഞെങ്കിലും ഉണ്ണിക്കുട്ടൻ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. എൻ്റെ ബാലേച്ചിയെ ഉപദ്രവിച്ച അയാളുടെ അടുത്ത് ഞാൻ നിൽക്കില്ല, അയാൾ മരിച്ചു പോട്ടെ. അവൻ്റെ വാക്കുകൾ അപ്പോഴും ജയയുടെ കാതിൽ മുഴങ്ങി. പൊന്നുമംഗലത്ത് പോയി ബാലേച്ചിയെ കണ്ടോട്ടെ ജയാമ്മേ. ഉണ്ണിക്കുട്ടൻ്റെ പറച്ചിലാണ് ജയയെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. അതിനെന്താ, മോൻ പോയി ഈ വേഷമൊക്കെ മാറിവ, എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടി പൊന്നുമംഗലത്ത് പോയി ചേച്ചിയെ കാണാം. ജയാമ്മ അത്രയും സന്തോഷത്തോടു കൂടി പറയുമ്പോൾ അത് കേൾക്കേണ്ട താമസം ഉണ്ണിക്കുട്ടൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 1/2 മണിക്കൂർ കാത്തിരുന്നപ്പോഴേക്കും അവൻ കുളിച്ച് റെഡിയായി വന്നു. ഉണ്ണിക്കുട്ടൻ്റെ കയ്യും പിടിച്ച് നടന്നു നീങ്ങുന്ന ജയയെ ലക്ഷ്മി കൈവരിയിൽ ചെന്നിരുന്നു നോക്കി. അപ്പോഴും അവൾ കാരണം ആ കുടുംബത്തിൽ സംഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവളെ ബാധിക്കുന്നതേയില്ല എന്ന രീതിയിലായിരുന്നു ലക്ഷ്മിയുടെ നിപ്പും ഭാവവും നോട്ടവും ഒക്കെ. മുറിയിലേക്ക് കയറുമ്പോൾ കണ്ടു കട്ടിലിൽ കിടക്കുന്ന അമ്മയെ. അമ്മ ഇങ്ങനെ മുറിയിൽ തന്നെ അടഞ്ഞുകൂടിയാൽ എന്ത് ചെയ്യും? ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി ജോലിക്ക് പോകാൻ നോക്ക്, അല്ലാതെ നമ്മുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ഹോസ്പിറ്റലിൽ കിടക്കുന്ന അച്ഛൻ്റെ കാര്യം നോക്കാൻ നാട്ടുകാർക്ക് പറ്റില്ലെന്ന് ഇന്നലെ പ്രസിഡന്റ് എന്നെ കണ്ട് പറഞ്ഞു.
അമ്മ ഇങ്ങനെ മുറിയിൽ കയറി അടച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? സുമയെ കുറ്റപ്പെടുത്തും പോലെയുള്ള ലക്ഷ്മിയുടെ പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അതുവരെ പൂച്ചയെപ്പോലെ പതുങ്ങി കിടന്നവൾ പുലിയെപ്പോലെ ചാടി എഴുന്നേറ്റു. ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. നീ ആ നീചനെ പേടിപ്പിച്ചിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞ് എന്നോടൊപ്പം ഈ വീട്ടിൽ സന്തോഷത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. പാതിരാത്രിയിൽ നീ ഒരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റി അതിൻ്റെ മോളുടെ തലയിലേക്ക് വച്ചു കൊടുത്തപ്പോൾ ഞാനൊരു വാക്കുകൊണ്ട് പോലും അത് എതിർത്തില്ല. അത്രയും വലിയ ദ്രോഹം ഞാൻ എൻ്റെ മോളോട് ചെയ്തു. അതോടുകൂടിയാണ് ഈ വീടിൻ്റെ മനസമാധാനം നശിച്ചത്. ഞാൻ എൻ്റെ മോളോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ. ഞാൻ പ്രസവിച്ച തന്നെയാണ് നിങ്ങൾ രണ്ടുപേരെയും. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ തള്ളിപ്പറയുകയും കൂടി ചെയ്തു. എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള വകതിരിവ് നിനക്കില്ലാതെ പോയി. നീ പിന്നെയും തെറ്റുകളിലേക്കാണ് പോകുന്നത് ലക്ഷ്മി. നിന്നെ 10 മാസം ചുമന്ന് പെറ്റ് വളർത്തിയ അമ്മയാണ് ഞാൻ. പക്ഷേ ഇതിനുള്ള തിരിച്ചടി നിനക്ക് ഈശ്വരൻ തരും. ഒരിക്കലും ഒരു അമ്മ മകളെ ശപിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ സ്വന്തം സുഖവും സന്തോഷവും മാത്രം നോക്കി ജീവിക്കുന്ന നിനക്ക് മുകളിലുള്ള ഈശ്വരൻ തരുന്ന തിരിച്ചടിയായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ നീ മനസ്സിലാക്കും ബാല എന്ന മാണിക്യത്തെക്കുറിച്ച്. പറഞ്ഞുകൊണ്ട് അകത്തു കയറി അവർ ശക്തിയായി വാതിൽ വലിച്ചടച്ചു. ലക്ഷ്മിയോട് അത്രയൊക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും ബാലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സുമയുടെ നെഞ്ചി വിങ്ങി. കുഞ്ഞുനാളിലെ അച്ഛൻ നഷ്ടപ്പെട്ടു, ഇപ്പോൾ അമ്മയും. തൻ്റെ മകൾ ശരിക്കും അനാഥയായി, അല്ലെങ്കിൽ താനവളെ അനാഥയാക്കി. ഓരോന്നോർത്തുകൊണ്ട് സുമ തലയിണയിൽ മുഖമമർത്തി ഏങ്ങി കരഞ്ഞു. തൻ്റെ ഭാരം ഇറക്കി വയ്ക്കാൻ നോക്കി. 1-2 ദിവസത്തേക്ക് ആദി വർക്ക് അറ്റ് ഹോമാണ് തിരഞ്ഞെടുത്തത്. അത്യാവശ്യ ഫയലുകളെല്ലാം വീട്ടിലിരുന്ന് ചെയ്തു തീർത്തു. എന്നിട്ടത് മീരയ്ക്ക് അയച്ചു കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ നോട്ടം അടുക്കളയിൽ അമ്മയോടൊപ്പം നിൽക്കുന്നവളിലേക്ക് തെന്നി വീഴും. മുഖത്ത് പഴയ സന്തോഷമോ പ്രസരിപ്പോ ഒന്നുമില്ല. ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. മുറിയിൽ കയറി അടച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയോടൊപ്പം നിൽക്കട്ടെ എന്ന് ആദിയും കരുതി. പുറത്ത് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ആദി തലതിരിച്ച് ജനലിലൂടെ നോക്കി. അകത്തേക്ക് വരുന്ന ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നി. ബാലേച്ചി! ഉച്ചത്തിലുള്ള അവൻ്റെ വിളി കേട്ടുകൊണ്ടാണ് ബാല പുറത്തേക്ക് ഇറങ്ങുന്നത്. കാറ്റുപോലെ എന്തോ വന്ന് അവളെ പൊതിഞ്ഞു നിന്നു. പെട്ടെന്നുള്ള ആയത്തിൽ വീഴാൻ പോയവളെ അതിനു മുമ്പേ തന്നെ ആദിയുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. ആദിയുടെ കൈകൾക്കുള്ളിൽ ഉണ്ണിക്കുട്ടനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബാല ഒതുങ്ങി നിന്നു. തുടരും രുദ്രപ്രിയ. നവരാത്രിയുടെ ആഘോഷങ്ങൾ തുടങ്ങിയതുകൊണ്ട് തിരക്കിലാണ്. ചുറ്റുപാടും വീടും മറ്റുമുള്ളത് കാരണം വല്ലാത്ത ബഹളവും ഒച്ചയും ഒക്കെ ഉണ്ടാകും. എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് സഹകരിക്കണേ കൂട്ടുകാരെ.